നിയ്യത്തിനെ സംബന്ധിച്ചാണ്. ഉളു എടുക്കുമ്പോൾ നിയ്യത്ത് നിർബന്ധമാണ്. നിയ്യത്തില്ലാതെ കണ്ട് ഇസ്ലാമിലെ ഒരു കർമ്മങ്ങളും സ്വീകാര്യമല്ല. പ്രവാചക തിരുമേനി പഠിപ്പിച്ചു തന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. എല്ലാ കർമ്മങ്ങളും മനുഷ്യന്റെ ഉദ്ദേശത്തിനനുസരിച്ചായിരിക്കും പടച്ചവൻ പരിഗണിക്കുന്നത്. അതാണ് അതിന്റെ അർത്ഥം. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ മനുഷ്യനും അവൻ എന്താണ് കരുതിയതെങ്കിൽ അതാണ് കിട്ടുക, അതാണ് ലഭിക്കുക. അപ്പൊ എന്താണ്, ഏത് കർമ്മത്തിനും നിയ്യത്ത് ആവശ്യമായതുപോലെ വുദൂഇനും നിയ്യത്ത് നിർബന്ധമാണ്. എങ്ങനെയാണ് നിയ്യത്ത്? എന്താണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ, ഇന്ന കാര്യം ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധം ഉണ്ടാവലാണ് നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറയുമ്പോൾ രണ്ട് നിലക്കുണ്ട്. ഒന്ന്, ഞാൻ ഇന്ന കർമ്മം ചെയ്യുന്നു എന്ന ബോധത്തോടുകൂടെ ആയിരിക്കണം നമ്മളത് ചെയ്യുന്നത്. അത് തന്നെയാണ് നിയ്യത്ത്. അതായത് ഒരാൾ വുദൂ എടുക്കുമ്പോൾ അങ്ങനെ സാധാരണയായിട്ട് കയ്യും മുഖമൊക്കെ ഇങ്ങനെ കഴുകി, വുദൂവിന്റെ ഓർഡർ പ്രകാരത്തിൽ തന്നെ കയ്യും മുഖമൊക്കെ ഒരാൾ ഇങ്ങനെ കഴുകി വന്നു. പക്ഷെ അയാളുടെ ഉദ്ദേശം എന്താണ്? നല്ല ചൂടാണ്, അതുകൊണ്ട് തണുത്ത വെള്ളം കൊണ്ട് ഇത്തിരി ഒന്ന് കഴുകലും ഉന്മേഷം വരുത്തലും അല്ലെങ്കിൽ അവയവങ്ങളിലുള്ള അഴുക്ക് നീക്കലൊക്കെയാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിലോ അത് വുദൂ ആകില്ല. ഇതേ കാരണം വുദൂവിന്റെ ക്രമപ്രകാരം തെർത്തീബൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല. അയാൾക്കുണ്ടായിരിക്കണം മനസ്സിലെന്ത്, ഇത് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയുള്ള വുദൂവാണ്, അതിനു വേണ്ടിയുള്ള വുദൂവാണ് എന്ന് എന്ത് ചെയ്യണം? അദ്ദേഹം കരുതണം. എന്നാ അത് പറയണോ? ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ മുക്കി കോരി കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയാൻ നിൽക്കും കുറേ മനുഷ്യന്മാർ. സാധാരണയായിട്ട് ആളുകൾ വുദൂ എടുക്കുമ്പോൾ ഹൗദിൽ നിന്നായാലും പൈപ്പിൽ നിന്നായാലും ഒക്കെ വെള്ളം ഇങ്ങനെ തിരിച്ചിട്ട് രണ്ട് കയ്യിലും ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് പറയും, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുദൂ എന്ന ഫർളിനെ ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ പിടിക്കുക. വസ്വാസുള്ള മനുഷ്യന്മാരാണെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞ് പിടിക്കുമ്പോഴേക്ക് കയ്യിലുണ്ട് ഉള്ളിലുള്ളത് ചോർന്നു പോയിട്ടുണ്ടാവും, രണ്ടാമത് വെക്കേണ്ടി വരും. പിന്നീട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴേക്ക് ചിലവര് അറബിയിലും പറയും മലയാളത്തിലും പറയും, അപ്പോഴേക്ക് ഇത് സാധനം ചോർന്നു പോയിട്ടുണ്ടാവും. ഈ നിയ്യത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ മനുഷ്യ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനും ഓരോ അവയവം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. കണ്ണ് തന്നിട്ടുണ്ട് പടച്ചോൻ, അത് കാണാനാണ്, കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റൂല. ചെവി തന്നിട്ടുണ്ട്, അതുകൊണ്ട് കേൾക്കണം, അതുകൊണ്ട് കാണാൻ പറ്റൂല. നാവ് അത് രുചിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ മൂക്ക് അത് മണക്കാനുള്ളതാണ്. ഇതേപോലെ തന്നെ പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള ഒരു അവയവാണ് ഹൃദയം, അത് മനുഷ്യന് കരുതാനുള്ളതാണ്. മഹല്ലുൻ നിയ്യത്തി അൽ ഖൽബു എന്നാണ്. നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. അപ്പൊ കരുതൽ നാവുകൊണ്ടല്ല, കരുതൽ എന്തുകൊണ്ടാണ്? ഹൃദയം കൊണ്ടാണ്. അപ്പൊ വുദൂ എടുക്കുകയാണ്, ഇതൊരു പുണ്യകർമ്മമായ വുദൂ എടുക്കുകയാണ് മനസ്സിൽ ആ ബോധത്തോടുകൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? കൈ കഴുകാൻ തുടങ്ങിയാൽ മതി. വേറെ പ്രത്യേകിച്ച് നിയ്യത്തൊന്നും അവിടെ ആവശ്യമില്ല. ഇതാണ് വുദൂവിന്റെ നിയ്യത്ത്. അല്ലാതെ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്ന് പറയുന്നൊരു ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നില്ല. ഈ വിഷയത്തിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പ്രവാചക ചര്യകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് സാദുൽ മആദ് ഫീ ഹദി ഖൈറിൽ ഇബാദ്. അള്ളാഹുവിന്റെ അടിമകളിലെ ഏറ്റവും ഉത്തമനായ പ്രവാചകന്റെ ചര്യകളെ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് സാദുൽ മആദ്. അതിൽ അദ്ദേഹം പറയുന്നു, വലം യകുൻ യഖൂലു ഫീ അവ്വലിഹി, അള്ളാഹുവിന്റെ പ്രവാചകൻ വുദൂഇന്റെ ആദ്യത്തിൽ പറയാറില്ലായിരുന്നു എന്ത്? നവൈതു റഫ്അൽ ഹദസ്, ശരീഅശുദ്ധിയെ ഉയർത്താൻ വേണ്ടി ഞാനിതാ കരുതിയിരിക്കുന്നു എന്നോ, വലസ്തിബാഹത്തസ് സലാ, നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നിസ്കാരത്തെ അനുവദനീയമാക്കാൻ വേണ്ടി ഞാനിതാ വുദൂ എടുക്കുന്നു എന്ന് നബി പറയാറില്ല. ലാ ഹുവ, നബിയും പറയാറില്ല, വലാ അഹദും മിൻ അസ്ഹാബിഹിൽ ബത്ത, പ്രവാചക തിരുമേനിയിൽ നിന്ന് ഇസ്ലാം നേരിട്ട് കണ്ടും കേട്ടും പഠിച്ചു മനസ്സിലാക്കിയ സഹാബത്തും അത് ചെയ്യാറില്ലായിരുന്നു. വലം യുർവ അൻഹു ഫീ ദാലിക ഹർഫുൻ വാഹിദുൻ, ഇങ്ങനെ എന്തെങ്കിലും ഒരു നിയ്യത്ത് ഉച്ചരിച്ചതായി പ്രവാചക തിരുമേനിയിൽ നിന്ന് ഒരക്ഷരമെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ലഈഫായ ഹദീസ് എല്ലാത്തിനും ഉണ്ടായിട്ടുണ്ട്. സാധാരണ വാറോലകളെങ്കിലും ഉണ്ടാവാറുണ്ട്. ഈ വിഷയത്തിൽ ലാ ബി ഇസ്നാദിൻ സഹീഹിൻ വലാ ലഈഫിൻ, സഹീഹായ പരമ്പരയോടുകൂടെ വന്നിട്ടില്ല, ലഈഫായ പരമ്പരയോടുകൂടെ ആരെങ്കിലും കെട്ടിണ്ടാക്കിയ ഒരു വാറോലെങ്കിലും ഈ വിഷയത്തിൽ വരെ അതുമില്ല. അപ്പൊ നിയ്യത്ത് ചൊല്ലിപ്പറയുന്ന കാര്യം നമ്മുടെ ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും ആ വസ്വാസ് തീരൂല. ഇത് സ്വാഭാവികമാണ്. അറിയുന്ന ആൾക്കാരെന്നെ പിന്നെ പറയുന്ന എന്താണ് ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഇതൊക്കെ വേണ്ട, ഇത് വിദേഹത്താണ്, നിയ്യത്താണ്, ഹൃദയമാണ് അതിന്റെ സ്ഥാനം എന്നറിയാവുന്ന ആളുകൾ പോലും സൂക്ഷ്മമായിട്ട് തെറ്റിച്ച് നോക്കിയാൽ കാണാതെ പിടിച്ചിങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അവർ പറഞ്ഞാലല്ലാതെ ആ ഒരു വസ്തുവാസാണ്, അത് മാറ്റിയെടുക്കണം നമ്മൾ. നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. ഇത് വുദൂ എടുക്കാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുമ്പ് ഒരു വാചകവും പ്രത്യേകിച്ച് എണ്ണി പറയാറില്ലായിരുന്നു. അതേപോലെ തന്നെ പ്രധാനമാണ് നിയ്യത്തിൽ ഉദ്ദേശശുദ്ധി. രണ്ടാമത്തെ വകുപ്പ് അതാണ്.
ഉദ്ദേശശുദ്ധി എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും കാണാൻ വേണ്ടിയുള്ളതല്ല, ഇത് പടച്ചോന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായിരിക്കണം എന്നതാണ് ആ ഉദ്ദേശശുദ്ധി കൊണ്ട് ഉദ്ദേശം. അതാണ് ഏറ്റവും വലിയ പ്രാധാന്യവും. ഏത് കർമ്മങ്ങളിലും ഈ നിയ്യത്തിനാണ് ഏറ്റവും വലിയ പ്രസക്തി. പടച്ചോന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന നിലപാടുണ്ടായിരിക്കണം. അത് ഉദൂലും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പറ്റൂല, ഇല്ലെങ്കിൽ സ്വീകരിക്കപ്പെടൂല എന്നുള്ളത് തന്നെ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം.